അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ജനസേവന കേന്ദ്രം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് സാർ എങ്ങനെയാണ് വന്നത്? ആ ഇൻസ്പയറിംഗ് സ്റ്റോറി ഒന്ന് പങ്കുവയ്ക്കാം. എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഇ-മിത്രം എന്ന ഇപ്പം 2400ഓളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനൊരു അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട്. ആ സമയത്ത് അതായത് സർക്കാർ ഓഫീസോട് ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മറുപടിയില്ല. പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ ഇൻഡിവിജ്വലായ ഒരു വ്യക്തി പോയിട്ട് പല കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്യാൻ അവരുടെ സർവീസിന് പോകുമ്പം എനിക്ക് ഡയറക്റ്റ് തരില്ല, കാരണം ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തരില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞാനൊരു വാട്സാപ്പ് ഒരു കൂട്ടായ്മയാക്കി ഒരു സാധാരണ ഒരാൾക്ക്, അതായത് മുതൽ മുടക്ക് തീരെ കുറഞ്ഞത്, അതായത് ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കടമുറിയും വെച്ച് തന്നെ ഒരു ബിസിനസ് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.